ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമായിട്ട് സൂപ്പറായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ തേരാപ്പാര ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള ഇതാട്ടോ അങ്ങനെ പറയാം. അപ്പോൾ നമ്മളിന്ന് മലാസിൽ ലുലുവിൽ ടോവിനോ വന്നിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി നമ്മളും പോയി. അപ്പോൾ അതും എല്ലാം കൂടി ഉള്ളൊരു കുട്ടി വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ ആയി പുറത്തിറങ്ങിട്ടോ. നമ്മൾ വെള്ളിയാഴ്ചയാണല്ലോ, അപ്പോൾ ജുമ്മൊക്കെ കഴിഞ്ഞ് നേരെ ഭക്ഷണം കഴിക്കാൻ പുറത്ത് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബിരിയാണി, ഇവിടെ അത്യാവശ്യം നല്ല ഫേമസ് ആയ ബിരിയാണിയാണ്, മൾബറീസ് ബിരിയാണി പറഞ്ഞിട്ടുള്ളൊരു റെസ്റ്റോറൻറ്റിലാണ് വന്നിട്ടുള്ളത്. പക്ഷെ ഇവിടെ ഒടുക്കത്തെ തിരക്കാവും കേട്ടോ. നമ്മൾ തിരക്കൊക്കെ കുറച്ച് പതുക്കെ കഴിഞ്ഞോട്ട് വിചാരിച്ചിട്ട് കുറച്ച് ലേറ്റായിട്ടാണ് റൂമിൽ നിന്ന് ഇറങ്ങിയത്. ഒരു 2 മണി ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറേ നേരം വണ്ടിയിലിരുന്ന് പിന്നെ അതിന് ശേഷം നമ്മൾ ചെന്ന് നോക്കണം കേട്ടോ എന്താ അവസ്ഥ എന്നറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറേ നേരമൊക്കെ നമ്മളവിടെ വെയിറ്റ് ചെയ്തിരുന്നു കേട്ടോ. പിന്നെ സമയം കുറേ ആയിട്ടുണ്ടായിരുന്നു. നമ്മൾ 2 മണിയൊക്കെ അങ്ങോട്ട് വന്നിട്ട് 3 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ലാസ്റ്റ് അങ്ങനെ നമുക്ക് സ്ഥലവും കാര്യങ്ങളൊക്കെ കിട്ടി. ഒരു ഭാഗത്തിരുന്നു. ഫാമിലിക്കായിട്ടുള്ള ഇതൊന്നുമില്ല, നമുക്കൊക്കെ മിക്സ്ഡാണ്. അങ്ങനെ അതിന് ചെറിയൊരു സൗകര്യക്കുറവുണ്ട്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തു കേട്ടോ. ഒരു ചിക്കൻ ബിരിയാണിയും ബീഫും ഓർഡർ ചെയ്തേ. അങ്ങനെ ഇവിടുത്തെ ഇത് അടിപൊളി കേട്ടോ. വാഴൻ്റെ ഇലയിൽ നല്ല ഉള്ളി സുറുക്കി ഇട്ടിട്ട് പിന്നെ ഈത്തപ്പഴ അച്ചാറും തൈരും ഒന്നൊന്നര അടിപൊളിയാണ്. ഞാൻ ബിരിയാണി കഴിച്ചതിൽ വെച്ചിട്ട് ഏറ്റവും എനിക്കിഷ്ടമായ ബിരിയാണിയാണ്, നമുക്ക് പറയാലോ. അപ്പോൾ ഇവിടുത്തെ തിരക്കും കാര്യങ്ങളും അതാണ് കൂടുതൽ. നമ്മളിപ്പോൾ ഭക്ഷണം കഴിക്കുന്നത് ഇപ്പോൾ 3:14 ആയിട്ടുണ്ട് കേട്ടോ, 3:15 നമുക്കിവിടെ വന്നാൽ തന്നെ ഫസ്റ്റ് അവർ ഒരു വെൽക്കം ഡ്രിങ്ക് തരും കേട്ടോ. പിന്നെ ചോറ് കഴിഞ്ഞതിന് ശേഷം പായസം ഉണ്ടാവും. റൈസും നമുക്ക് അൺലിമിറ്റഡ് ആണ്, എത്ര വേണമെങ്കിലും റൈസും ഉണ്ടാവും കേട്ടോ കൂടെ. അങ്ങനെ എനിക്കൊരു ലൈം സോഡ എടുത്തിട്ടുണ്ടായിരുന്നു. സായിക്കിഷുവിനും പൈനാപ്പിളിൻ്റെ ഒരു ജ്യൂസും കുടിച്ചിട്ടുണ്ടായിരുന്നു ലാസ്റ്റ്. അതൊക്കെ കഴിഞ്ഞ് നമ്മളവിടെ നിന്ന് ഇറങ്ങിട്ടോ. ഞാൻ അങ്ങനെ ഇറങ്ങുമ്പോൾ 4 മണി ആയിട്ടുണ്ട് ടൈം. അങ്ങനെ നമ്മൾ മലാസിൽ ലുലുവിൽ എത്തിയിട്ടുണ്ട് കേട്ടോ, 7:30 ആയ ടൈമിൽ. അപ്പോൾ ഇവിടെ എന്താ പരിപാടി എന്ന് വെച്ചാൽ ടോവിനോ തോമസ് വരുന്നുണ്ട്. ARM ഫിലിമിൻ്റെ പ്രൊമോഷന് വേണ്ടിയിട്ടാണ് ഇവിടെ വരുന്നത്. അപ്പോൾ നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല വരാൻ. അപ്പോൾ നമ്മൾ വേറൊരു വഴി പോകുന്നത് എന്തോ ഒരു അൺഫോർച്ചുനേറ്റ്ലി ഇവിടെ വന്നു. അപ്പം ഇവിടെ ഭയങ്കര തിരക്കിരുന്നു കേട്ടോ. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം, നല്ല ക്രൗഡും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഇതെന്ന് പറയുന്നത് ലുലുവിൻ്റെ ഏറ്റവും ടോപ്പിലുള്ള പാർക്കിംഗ് ഏരിയയിലാട്ടോ ഈ പരിപാടി നടക്കുന്നത്. നമ്മളവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നല്ല ക്രൗഡായിരുന്നു. ജാനേഷുവിനൊക്കെ ഇത് തോളിൽ മാറ്റി അങ്ങനെ ഇരുത്തിയായിരുന്നു കേട്ടോ. കാരണം അവർക്ക് കാണുന്നില്ല പറഞ്ഞിട്ട് കുറേ ആൾക്കാർ ഇരിക്കുന്നുണ്ട്. എങ്കിലും നമ്മൾ ടൊവിനോയുടെ 2 വാക്ക് കേൾക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. കുഡ് യു പ്ലീസ് ഒന്ന് അഡ്രസ് ചെയ്തിട്ട് നമുക്ക് അടുത്ത വ്യക്തിയിലേക്ക് പോവാം. റിയാദ്. ഹലോ. അതായത് ഞാൻ 2019 ഇതുപോലെ ഗൾഫ് മാധ്യമത്തിന്റെ ഒരു ഫംഗ്ഷന് വേണ്ടി ഇവിടെ വരികയും എൻ്റെ അറിവിൽ അതായിരുന്നു ഇവിടുത്തെ ആദ്യത്തെ ഒരു ആൾ കുറേ നേരം സംസാരിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് നേരെ അവിടെ നിന്നിട്ടുണ്ടായിരുന്നുള്ളൂ. പരിപാടികളും ഡാൻസും പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ പിന്നെ വീട്ടിലേക്ക് കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് നമ്മൾ വേഗം താഴോട്ട് പർച്ചേസിങ്ങിന് പോകുന്നു കേട്ടോ. നമ്മൾ താഴെ എത്തിയപ്പോൾ ഇതേപോലെ കളിക്കാൻ പറ്റിയ ചെറിയൊരു പാർക്ക് ഉണ്ടോ. അപ്പം സായിക്കിഷുവിന് ഇതിൽ കയറണം. അതിലേക്ക് പറഞ്ഞു നമുക്ക് വേറൊരു സ്ഥലത്ത് പോവാം, അതിൽ കയറണ്ട എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നേരെ നമ്മൾ പർച്ചേസിങ്ങിന് കയറി. അപ്പോൾ ട്രോളിയും കാര്യങ്ങളൊക്കെ എടുത്തപ്പം ആദ്യം സായിഷ് ഇതേപോലെ കയറിയിരിക്കും കേട്ടോ. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മളിങ്ങനെ
ഷോപ്പിങ്ങിന് പോകുമ്പോൾ ഇവർ ഇതിൽ കയറിയിരിക്കും. അങ്ങനെ ഇത് ഷോപ്പിങ് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങിട്ടോ. പിന്നെ നമ്മൾ നേരെ വിടുന്നത് ഖുറൈഷിലുള്ള ലുലു മാളിലോട്ടാണ്. അവിടെ പുതിയ പാർക്ക് വന്നിട്ടുണ്ട്, നമുക്ക് അവിടെ പോയിട്ട് കളിക്കാന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊണ്ടുപോകാൻ കേട്ടോ. സായിഷും ഭയങ്കര ഹാപ്പിയിലാണ്. അപ്പോൾ ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് നമ്മൾ ഉള്ളിലേക്ക് കയറുകയാണ്. ഒരാൾക്ക് 25 റിയാൽ 2 മണിക്കൂർ ആണ് കേട്ടോ ഇതിന് ടൈമും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എത്ര വേണമെന്നുണ്ടെങ്കിലും കളിക്കുക. അതിൽ കുറേ കുട്ടികളുണ്ട്, നല്ല തിരക്കുണ്ടായിരുന്നു നമ്മൾ ചെന്നപ്പോൾ. സായിൻ്റെ ഇഷുവിൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കൂടെ. അങ്ങനെ അവർ ഭയങ്കര ഹാപ്പിയാണ് രണ്ടാളും. കാരണം ഇപ്പോൾ കുറച്ചായിട്ട് റൂമിലെ ഇതായിട്ട് ബോറടിച്ച് തുടങ്ങിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ നമ്മളടുത്തുള്ള പാർക്കുകളിലൊക്കെ പോയി ഫുള്ള് കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഡെയിലി ഇപ്പോൾ എല്ലാ ആഴ്ചയും ആ പാർക്കിൽ തന്നെ പോയോണ്ടിരിക്കുമ്പോൾ അവർക്കും ഒരു മടുപ്പായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു പാർക്കിൽ വന്നപ്പോൾ നല്ല ഇഷ്ടമായിട്ടുണ്ട്. കാരണം കുറേ ഗെയിംസ് ഉണ്ടായിരുന്നു കേട്ടോ അതിൽ. പിന്നെ കളിക്കാനും കുറേ ടൈം ഉണ്ട്, 2 മണിക്കൂറോളം ടൈമുണ്ട്. നമുക്ക് അവരെങ്ങനെ നോക്കി ഇരിക്കഞ്ഞ് ഷോപ്പിങ്ങിന് പോകണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. നമുക്കങ്ങനെ പോകാൻ തോന്നിയില്ല കേട്ടോ. അവരെ കളി അങ്ങനെ കണ്ടിരുന്നു, നല്ല രസമല്ലേ അവരെ കൂടെ ഇങ്ങനെ അവരെങ്ങനെ കളിയും കാര്യങ്ങളൊക്കെ കണ്ടിരുന്നപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. സമയം പോയത് അറിഞ്ഞില്ല. നമ്മൾ എല്ലാ വീക്കെൻഡിലും ഇതേപോലെ ഇവരെ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് പുറത്തിറങ്ങാറുണ്ട് കേട്ടോ. പക്ഷേ നമ്മൾ അടുത്തുള്ള ഇങ്ങനെ പാർക്കിൽ ഇങ്ങനെ പോയോണ്ടിരിക്കുമ്പോൾ ഡെയിലി ആ പാർക്കിൽ തന്നെ പോകുമ്പോൾ അവർക്ക് തന്നെ ഒരു മടുപ്പാവും. അപ്പോൾ അങ്ങനെ ഇതിലോട്ട് അങ്ങനെ പോന്നപ്പോൾ നല്ല ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. ഇതിലിപ്പോൾ ലാസ്റ്റ് എന്താ സംഭവം ഉണ്ടാകുന്ന വെച്ചാൽ നമ്മൾ പോകേണ്ട ടൈമായി തുടങ്ങിയപ്പോഴും പോകുകയെന്ന് പറഞ്ഞപ്പോഴും അവർക്ക് പോരണം എന്നൊരു കൂട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതിനുശേഷം നമ്മൾ പുറത്തിറങ്ങിട്ടോ. പിന്നെ ഇക്ക പറഞ്ഞു നമുക്ക് പിസ്സ കഴിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ നമ്മളെ കൂട്ടിക്കൊണ്ടുപോവാണ്. പിസ്സ ഹട്ടിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അവിടെ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത് ഫജിദ ഡിലൈറ്റും ചിക്കൻ റാഞ്ച് ഡിലൈറ്റും കേട്ടോ. പിന്നെ അതിന് ശേഷം നമ്മൾ 1/2 മണിക്കൂറോളം വെയിറ്റ് ചെയ്തു. പിന്നെ നമ്മൾ വീട്ടിൽ പോയിട്ടാണ് കഴിക്കുന്നത്. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കൂടെ മറക്കല്ലേ. പുതിയൊരു വീഡിയോയുമായിട്ട് പിന്നെ കാണാം. ടാറ്റാ, ബൈ ബൈ.